ബാനാരുളോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് മഴയൊക്കെ? എല്ലായിടത്തും എങ്ങനെയുണ്ട്? ഇവിടെയാണെങ്കിൽ ഓട്ടിപ്പിടിച്ച് മഴ പെയ്യും, അതുപോലെ പോകും. ഇപ്പോൾ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഈ മഴയെല്ലാം മാറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, പിന്നെ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുന്ന പോലെയാണ് വാട്സപ്പിലൊക്കെ മെസ്സേജൊക്കെ വരുന്നത് കേട്ടോ. ശുഭയെ ഓയിൽ തേച്ചിട്ട് മുഖത്ത് ഗ്ലോ വന്നു, മുഖത്തെ ഡ്രൈനസ് മാറി, മുഖത്തിന് നല്ല കളർ വന്നു, കരിമങ്കല്യം മാറി, ഈ വക മെസ്സേജുകളൊക്കെ എനിക്ക് ഇടാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ചിലരോടൊക്കെ പറയുന്നുണ്ട്, സമയം കിട്ടുന്ന പോലെ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫാമിലിയിലുള്ള എല്ലാവരുടെ പറഞ്ഞ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓയിൽ കൊണ്ടുപോകുന്ന എല്ലാവരും, എന്നെ യൂട്യൂബിൽ കണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരുടെ അടുത്തും ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ലൈവ് എന്താ വരാത്തതെന്ന് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അതിനുള്ള സാഹചര്യം എനിക്ക് ഒക്കുന്നില്ല, സത്യം ഞാൻ പറയുക. ഓരോ പണികളായി. പിന്നാണെങ്കിൽ നമ്മുടെ ഇവിടെ പാർലറിന് ഇവിടെ താഴെ പാർലറിൽ വരുന്നവർക്കൊക്കെ ഒരു സൗകര്യമൊക്കെ ആകാൻ വേണ്ടി നമ്മളൊരു ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ ഒക്കെ മറച്ച് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർലറിൽ വരുന്ന കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ അതിൻ്റെ നടുക്കൊരു ചെറിയൊരു മറയൊക്കെ നമ്മൾ കൊടുത്തു. നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴും കയറി വരുമ്പോഴും ഒക്കെ ചിലർക്കൊക്കെ ഒരു മടി, നമ്മുടെ അവരാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല, എങ്കിലും വരുന്നവർക്കൊക്കെ ഒരു ചെറിയൊരു മടിയൊക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ ഷീറ്റൊക്കെ വെച്ചൊന്ന് മറച്ചു. ഇനി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മുടെ പാർലറിൻ്റെ പുറകുവശത്ത് കുറച്ച് ഷീറ്റ് ഇടണം, അതൊക്കെ ഓണമൊക്കെ ആയിട്ടേ ഉള്ളെന്ന് കരുതിയിരിക്കുക. അങ്ങനെ ഓരോ പണികൾ കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ലൈവ് വരാത്തത്. പിന്നെ ലൈവ് വരാനൊന്നും തോന്നത്തില്ല. ഇപ്പം ഞാനല്ല പണിയുന്നതെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, എല്ലാവർക്കും വീട്ടിലെല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് വരാത്തത്. അപ്പോൾ ലൈവ് വരുവാണെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്തും കാറും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരണേന്ന്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും സബ്സ്ക്രൈബ് ഭയങ്കര സ്ലോയിലാണ് നീങ്ങുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യം, ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ശുഭേ 10 ആൾ കൂടുന്നിടത്ത് ഒന്ന് പോകാൻ പറ്റിയ ചെറിയൊരു മേക്കപ്പ്. ഇതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ പല ദിവസങ്ങളിൽ ഓരോരുത്തർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാം കൂടെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട്, അല്ല വലിയ ബ്രൈഡിനെ ഒരുക്കുന്ന പോലത്തെ ഒന്നും വേണ്ട ശുഭേ, ഞങ്ങൾക്ക് 10 ആൾ കൂടുന്നിടത്ത് അല്ലേ ഒന്ന് മാള് വരെ പോകണം, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് കേട്ടോ. അത് ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോ. ശുഭേ ഞങ്ങൾക്ക് മാള് വരെ ഒന്ന് പോകണം, അല്ലെ ഞങ്ങൾക്ക് ഇന്നത് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടേക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്കായിട്ട് എല്ലാവർക്കും ചെയ്യാം. പ്രായമൊന്നുമില്ല, 55 വയസ്സെന്നോ 60 വയസ്സെന്നോ 70 വയസ്സെന്നോ ഒന്നുമില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കുളി കഴിയുമ്പോൾ, അല്ല കുളിച്ചില്ലെന്ന് വെച്ചു, നമ്മൾ മുഖം എന്തായാലും എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും. ആ നനവോടുകൂടി തന്നെ എന്തിടണം? മോയ്സ്ചറൈസർ ഇടണം. ഫസ്റ്റ് നമ്മുടെ മുഖത്ത് മേക്കപ്പിന് മുന്നായിട്ട് ഇടേണ്ട കാര്യമാണ് മോയ്സ്ചറൈസർ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ മേടിക്കാം. തീരെ താഴെ വിലയിലോട്ട് പോകാതെ കുറച്ചൊരു വിലയുള്ള മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, തീരെ കുറഞ്ഞ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൻ്റേതായ ഗുണമേ കാണുള്ളൂ. പിന്നെ നമ്മുടെ സ്കിന്നിലാണ് അതിടുന്നത്. നമ്മുടെ ഓയിലൊക്കെ തേച്ച് മുഖമൊക്കെ നല്ല ഗ്ലോ ആക്കി കളറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ തീരെ കുറഞ്ഞ മോയ്സ്ചറൈസറൊന്നും ആരും വാങ്ങിക്കരുത് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. രണ്ടാമതെന്താ, ഇപ്പം ഓരോ കാര്യങ്ങളും ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 2 സെക്കൻഡ് അതൊന്ന് അബ്സോർബ് ആകാനായിട്ട് ഒന്ന് ടൈം കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താ? സൺസ്ക്രീൻ. ഇപ്പോൾ ഭയങ്കര വെയിലത്ത് പോകുമ്പോഴാണെങ്കിൽ SPF 50+ യൂസ് ചെയ്തോണം. ഇപ്പം വെയിലൊന്നുമില്ല, ഇതുപോലത്തെ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഒരു 20 അല്ലെ ഒരു 15 മതി. ആ ഒരു SPF മതി, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അത് മതി നമുക്ക് കേട്ടോ. എന്നാലും ഒരു സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്തിടണം? മോയ്സ്ചറൈസർ ഇടണം. സെക്കൻഡ് എന്തിടണം? സൺസ്ക്രീൻ ലോഷൻ ഇടണം. ഇതൊക്കെ ഏത് കമ്പനിയുടെ ആണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുക. ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ,
തീരെ കുറഞ്ഞ റേറ്റിലോട്ട് പോകാതിരിക്കുക, ഒരു മീഡിയം. വലിയ ഹൈ ഒന്നും നിങ്ങൾക്ക് വേണ്ട, കാരണം ബ്രൈഡിനെ ഒന്നും അല്ലല്ലോ, നമ്മളെ തന്നെ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മളിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ അലോവേര അടങ്ങിയതോ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ വാങ്ങിച്ചോണം, വൈറ്റമിൻ സി അടങ്ങിയതോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണം. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ചെറിയ പ്രൈമർ നിങ്ങളുടെ കയ്യിലൊക്കെ കാണുമോ എനിക്കറിയില്ല കേട്ടോ. പ്രൈമർ എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? നമ്മുടെ ബേസ്, നമ്മുടെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടിടുന്ന സാധനമാണ് പ്രൈമർ. ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ലോഷനും അത് നമ്മൾ എപ്പോഴും ഇടുന്ന കാര്യമല്ലേ. ഇനി ചെറിയ ഒരു മേക്കപ്പിലേക്ക് കടക്കുമ്പോൾ പ്രൈമർ ജെൽ പ്രൈമറുണ്ട്, ക്രീമായിട്ടുള്ള പ്രൈമറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ സ്കിൻ ഏത് തരത്തിലുള്ളതാണെന്ന് വെച്ചാൽ അത് ചോദിച്ച് വാങ്ങണം. എൻ്റെ ഇപ്പോൾ ഡ്രൈ സ്കിന്നാണ്, അതിന് ചേരുന്ന പ്രൈമർ തരണം. എൻ്റെ ഓയിലി സ്കിന്നാണ്, അപ്പോൾ എനിക്ക് അതിന് ചേരുന്ന പ്രൈമർ തരണം. അതൊക്കെ കടയിൽ പോയി ചോദിച്ച് വാങ്ങിക്കുക. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സ്കിൻ ടൈപ്പ് അറിയത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ കേട്ടോ. അത് കഴിഞ്ഞ് പ്രൈമർ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വാരി മുഖത്ത് പുട്ടിയടിച്ച പോലെ ഒന്നും ആരും ഇട്ട് കൊടുക്കരുത്. ഒരു ചെറിയ പ്രൈമർ വാങ്ങിക്കുക എപ്പോഴും. അത് നമ്മളെ എന്തിനാണെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിപ്പം രാവിലെ ഒരു സ്ഥലത്ത് പോവുക, നമ്മൾ വൈകുന്നേരം വരെ അവിടെ നിൽക്കണം എന്ന് വെച്ചു. നമ്മുടെ മുഖം, നമ്മുടെ ഫേസ് നമ്മൾ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും. പ്രൈമർ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഫൗണ്ടേഷനല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബ്രൈഡ് വരുമ്പോഴത്തേനും, ബ്രൈഡൽ മേക്കപ്പിലേക്ക് വരുമ്പം ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ ബേജാറാവേണ്ട, നിങ്ങൾ അതിലോട്ടൊന്നും കടക്കുകയും വേണ്ട. നമുക്കിനി കുറച്ചൊരു ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മുഖത്തെല്ലാം പുട്ടിയടിച്ച പോലെ വാരത്തേച്ച് ഡാൻസിലൊന്നും പോകുന്ന പോലെ ആരും ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു ഡ്രോപ്പ്, അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ശക്കലതേ നമ്മുടെ ഈ കയ്യിലേക്ക് എടുക്കുക, ഈ കൈയുടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ 1, 2, 3 മുഖത്ത് അതിൽ കൂടുതൽ ഫൗണ്ടേഷൻ ആരും വാരത്തേക്കല്ല. ചിലരുടെ മുഖമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈവൻ അമ്പലത്തിൽ പോകുമ്പം പോലും, അമ്പലത്തിൽ നിൽക്കുവാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ആരെങ്കിലും ഒന്നും അറിയാതെ ശ്രദ്ധിക്കുമല്ലോ, ഇതുപോലെ മേക്കപ്പ് ചെയ്യാതെ വരെ നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു പോകും അല്ലേ. അപ്പോൾ എന്താ ഈ ഫൈൻ ലൈനൊക്കെ ഇല്ലേ, ഇവിടുത്തെ നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്ന വരകൾ, ചുണ്ടിൻ്റെ ഇവിടെ വരുന്ന വരകൾ, ഇതിലോട്ടൊക്കെ അങ്ങ് അടിച്ച് ഫൗണ്ടേഷൻ ഇട്ടേക്കുക. ഈ വരകളൊക്കെ മറയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇപ്പം എന്നെ കാണുന്നവർ, എൻ്റെ ഓയിൽ തേക്കുന്നവർ ഒരിക്കലും അവിടെയൊന്നും മുഖത്ത് ഇങ്ങനെ ഡ്രൈനെസ് വരത്തില്ല. ഒന്നും ചെയ്യാതെ, അതായത് മുഖത്തൊന്നും ഡെഡ് സെൽസ് ഒന്നും കളയാതെ, മുഖത്തൊരു സ്ക്രബൊന്നും ഇടാതെ, മുഖത്തൊരു പായ്ക്കൊന്നും ഇടാതെ, മുഖത്തിടയ്ക്ക് ഫേഷ്യലൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു മുഖത്ത് ആ മേക്കപ്പ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ ഇവിടെ എല്ലാം പിടിച്ചിരിക്കും. അവിടെ ഇവിടെ എല്ലാം പിടിച്ചിരുന്നിട്ട് കഥകളി വേഷം പോലെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേസമയം നമ്മുടെ മുഖം, എൻ്റെ ഒന്നും മുഖത്ത് സത്യം പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല, ഞാനിടത്തില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുക. പിന്നെ നമുക്ക് അതുപോലെ എൻ്റെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ഫൗണ്ടേഷനും ഉണ്ട്. മാക്കിൻ്റെ ഉണ്ട്, മറ്റേ എല്ലാം മുന്തിയ ഫൗണ്ടേഷനുണ്ട്. പക്ഷേ എവിടെയെങ്കിലും പോകാൻ നേരം ഞാനിടത്തില്ല. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം നല്ല ഫങ്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു തുള്ളി, ഞാനിപ്പം പറഞ്ഞില്ല, നിങ്ങളുടെ പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് ഓരോ തുള്ളി, അതായത് നമ്മുടെ മുഖം അത് വലിച്ചെടുക്കാനായിട്ടുള്ള പരുവത്തിനാണ് നമ്മുടെ മുഖം ഇരിക്കുന്നത്. അത് നന്നായിട്ട് അങ്ങോട്ട് എല്ലായിടത്തും ഈവനായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തു കഴിയുമ്പോൾ മുഖം നല്ല എല്ലായിടത്തും ഒരുപോലെ ആ ഫൗണ്ടേഷൻ ആവണം. അല്ലാതെ ഈ ചെറിയ വര പോലെ നമ്മുടെ സ്കിന്നിലൊക്കെ ഡ്രൈനെസ് കൂടി മൂക്കിൻ്റെ ഇവിടെയൊക്കെ കറുത്തിരിക്കുന്നവരുടെ ആണെങ്കിൽ അവിടെയൊക്കെ പോയി പിടിച്ചിരിക്കും ഈ ഫൗണ്ടേഷൻ. പിടിച്ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങ് വല്ലാണ്ട് ഈ ഓരോ നമ്മുടെ സ്കിന്നിലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ ഫൈൻ ലൈൻസിലെ റിങ്കിൾസിലും ഒക്കെ പോയി പിടിച്ച് അവിടെ ഇരിക്കുമ്പം അത് നമുക്ക് മുഖത്ത് ഇടുമ്പോൾ അറിയത്തില്ല, വെളിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെയൊക്കെ പിടിച്ചിരിക്കും. ചുണ്ടിൻ്റെ കാര്യം പറയാം, ചുണ്ടയിൽ ഇങ്ങനെ വരയുള്ളവരുടെ ചിലരുടെയൊക്കെ ചുണ്ടേ കണ്ടിട്ടുണ്ടോ, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും കുറച്ച് ലിപ്സ്റ്റിക് ഇങ്ങനെ വാരി തേച്ചിട്ട് അത് വെളിയിലേക്ക് ഇറങ്ങിക്കുമ്പോൾ ഈ വര പോലും ചുണ്ടിൻ്റെ എടുത്തറിയാൻ പറ്റും. ഇല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളെ ഫേസ് എപ്പോഴും ക്ലീനാക്കി വെക്കണം, ഫേസിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഫേസിന് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കണം, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കളയണം. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ
ഇടയ്ക്കിടയ്ക്ക് നല്ല ദിവസം ഓരോ കാര്യങ്ങളങ്ങ് ചെയ്തു മുഖം നല്ല ഗ്ലോ വരട്ടെ. പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ഓയിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിൽ മുഖം നല്ല സോഫ്റ്റ് ആവുകയും മുഖത്തിന് നല്ല കളർ വരികയും മുഖം നല്ല ഗ്ലോ ആയിട്ടും ഇരിക്കും. കേട്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് അതെല്ലാം മുഖത്തേക്ക് അപ്ലൈ ആവും. പിന്നെ എന്ത് ചെയ്താലും കഴുത്തേലും ചെയ്തോണം. കഴുത്ത് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടം വരെ ഇട്ട് ഫൗണ്ടേഷൻ വരെ ഇട്ട് ഫൗണ്ടേഷൻ എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട്, അതായത് നിങ്ങളുടെ മുഖത്ത് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു നമ്മൾ എന്തിനാ പാർലറി ബ്രൈഡ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ 3 സിറ്റിംഗ് ഒക്കെ പറയും അവരുടെ മുഖം കണ്ടാൽ. എന്തുകൊണ്ടാണ്? അവരുടെ മുഖത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ബ്രൈഡിൻ്റെ ആ അന്നത്തെ ഡേറ്റിലേക്ക് നമ്മുടെ മുഖത്തെ സോഫ്റ്റ് ആക്കും, ക്ലീൻ ആക്കും. ഇപ്പോൾ ഒരുപാട് ബ്രൈഡൽ കിറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കൊറിയക്കാരുടെ ഗ്ലാസ് സ്കിന്ന് പോലത്തെ ഫേഷ്യൽ ഇറങ്ങിയിട്ടുണ്ട്. ബ്രൈഡിനുള്ളതാണ് ഇതൊക്കെ. അങ്ങനെ ഒരുപാട് പണ്ടൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് പേള്, ഗോൾഡ്, ഡയമണ്ട് ഇതാണ് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി ബ്രൈഡിനായിട്ട് പ്രത്യേക ഫേഷ്യൽ കിറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പിൻ്റെ അന്ന് നമ്മുടെ ഫേസിൽ നമ്മൾ മേക്കപ്പിനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരുക്കി കൊണ്ടുവരണം. അതാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മേക്കപ്പ് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? മുഖം കൈ നമ്മുടെ ഓടും, സ്കിന്നെ കൂടെ ഇങ്ങനെ കൈ ഓടും. അതാണ് മേക്കപ്പിന് ആവശ്യം. ഇപ്പം നമ്മൾ വലിയ മേക്കപ്പ്, അതൊക്കെ ബ്രൈഡിൻ്റെ കാര്യമാണ്. നമ്മൾ സാധാ ആൾക്കാർ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് വരുമ്പോൾ 10 ആൾ കൂടുന്നിടത്ത് ഒരുങ്ങി എങ്ങനെ പോകണമെന്നാണ് ഒരു ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഒരാളല്ല, പലപ്പോഴായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാത്തിനും കൂടി ഇന്നങ്ങ് ആൻസർ തരുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇപ്പം വലിയ ഫേഷ്യലൊന്നും പോയി ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഫേഷ്യലൊന്നും ചെയ്യാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, അതെല്ലാം ചെയ്യുക. പിന്നെ ദിവസവും നമ്മുടെ ഓയിൽ രാവിലെ നല്ലപോലെ മുഖത്ത് തേച്ച് കൊടുത്താൽ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും. അത് ഈ മുഖം നമ്മുടെ ഇങ്ങനെ ഒരു തിളങ്ങുന്ന പോലെ ഒരിത് വരും. ഞാനിത് ഒന്നും എൻ്റെ മുഖത്ത് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ രാവിലെ കുളിച്ചു, കണ്ണെഴുതി, ഒരു പൊട്ട് തൊട്ടു, അത്രയേ ഉള്ളൂ. ഞാനൊന്നും എൻ്റെ മുഖത്തിട്ടിട്ടില്ല. നല്ല മഴയല്ലായിരുന്നു, അതുകൊണ്ട് സൺസ്ക്രീനോ കാര്യങ്ങളോ ഒന്നും, മോയ്സ്ചറൈസർ പോലും ഇട്ട് കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ നന്നായിട്ട് ഇന്ന് ഞാൻ തേച്ച് കേട്ടോ. തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പുറമെ ഒരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പയറുപൊടി ഇട്ട് കഴുകിക്കളഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കിൻ ഇത് ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും എൻ്റെ ഓയിലുണ്ട്. അപ്പം ഓയിലാണേലും തേച്ച്, പക്ഷേ എങ്കിലും ആഴ്ചയിൽ ഒന്ന് മുട്ടയുടെ വെള്ളം അങ്ങനെയൊക്കെയുള്ള ചുളിവുകൾ വരാത്ത ആ പായ്ക്കിടാം. പിന്നെ സ്ക്രബ്, അതായത് നമ്മുടെ അരിപ്പൊടിയും തൈരും കൂടെ മതി, അല്ലെ ഓട്സ് പൊടിയും തൈരും കൂടെ മതി. ഇതൊക്കെ മുഖത്ത് ഒന്നും വേണ്ട, തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് ഉരസിയാൽ മതി. എന്നും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബ്രൈഡൽ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ നിങ്ങളുടെ അടുത്ത് വരട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതുപോലൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫൗണ്ടേഷൻ വരെ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നിങ്ങളുടെ ഈ ലൂസ് പൗഡറേ ഉള്ളെന്ന് വെച്ചോ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടാൽക്കം പൗഡർ, അത് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് അപ്പത്തേയും തന്നെ നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്ത പോലെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഐബ്രോസ് ഒന്ന് വരച്ച് കൊടുക്കണ്ടേ? ഐബ്രോസ് എല്ലാം വല്ലാത്ത രീതി. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒരു 4 ദിവസം മുന്നേ ഫേഷ്യലും ഐബ്രോസും എടുത്തിരിക്കണം. തലേ ദിവസം എടുത്ത ഐബ്രോസ് ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് നിൽക്കും, ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കും ചിലരുടെ കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ ഐബ്രോസ് എടുക്കണം. പിന്നെ നമ്മൾ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നടുക്കുന്നതായി ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കണം. പിന്നെ ഇവിടെ എന്നിട്ടാണ് ഇവിടെ ശരിയാക്കേണ്ടത്. ഫസ്റ്റ് തന്നെ ഇവിടെ നിന്നിങ്ങനെ അങ്ങോട്ട് എഴുതിപ്പോയാൽ വലിയ കാര്യമായിട്ട് എഴുതി വെച്ച പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക, അതിൻ്റെ ഷേപ്പിന് എഴുതി കൊടുക്കുക. ഇപ്പോൾ ഐബ്രോസ് എടുത്ത് കഴിയുമ്പോൾ എല്ലാവരുടെയും വലിയ ഷേപ്പ് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൽ നമുക്കറിയാലോ നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പ്, ആ ഒരു ഷേപ്പിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് കാജൽ എഴുതുക, അകത്തൂടെ കാജൽ എഴുതുക. വേണമെങ്കിൽ കണ്ണിൻ്റെ പുറത്തുകൂടെയും കാജൽ ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കാം. കണ്ണിൻ്റെ പുറത്തുകൂടെ ഈ നമ്മുടെ ഈ ഐലാഷസിൻ്റെ തൊട്ടടുത്തും കൂടെ നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ മസ്കാര കൊണ്ട് നമ്മുടെ ഐലാഷസ് ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. പിന്നെ പൊട്ട് തൊടണം കേട്ടോ, പൊട്ട് തൊടണം, സിന്ദൂരം തൊടണം. മുടി നിങ്ങളുടെ സ്റ്റൈലനുസരിച്ച് ഒന്ന് സ്റ്റൈലാക്കുക. ഇത്ര സൂപ്പറായി നോക്കിക്കേ, വേറെ ഒന്നും വേണ്ട, ഇത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ
എല്ലാവർക്കും മനസ്സിലായെന്നാണ് കരുതുന്നത്. നമ്മുടെ സിമ്പിൾ മേക്കപ്പ് 10 ആൾ കൂടുന്നിടത്ത് പോകുമ്പോൾ ചെയ്യേണ്ട മേക്കപ്പ് ഇത്രയൊക്കെ മതി കേട്ടോ. നമ്മൾ വലിയ ബ്രൈഡിനെ പോലെ ഒന്നും ഒരുങ്ങി പോവല്ലേ കേട്ടോ. നമ്മൾ ഇപ്പം ഓരോ ഫങ്ഷനൊക്കെ പോകുന്ന അല്ല, നമ്മൾ വെറുതെ വെളിയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ലോഷനും മാത്രം മതി കേട്ടോ പറഞ്ഞേ. അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ്റെ കൂടെ പിന്നെ ഒരു ചെറിയ ഒരു പൗഡറും ഒരു ടച്ചപ്പ് ലാസ്റ്റ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ കേട്ടോ, വീഡിയോ അല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എല്ലാം ഞാൻ വായിക്കും കേട്ടോ. എല്ലാവരും കമൻറ്റ് വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ വാട്സപ്പിൽ വന്ന് നല്ല കമൻറ്റ് ഇടണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുന്ദരികളായിട്ടിരിക്കട്ടെ. ബൈ.